കോൺഗ്രസിന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്ക് നടത്തിയ ജപ്തി നടപടി ഏറെ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇന്ന് നമുക്കൊപ്പമുള്ളത് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലാണ്. മിനിസ്റ്റർ, ഈ വിഷയത്തിൽ 27-ാം തീയതി രാത്രിയാണ് ഇത്തരത്തിലൊരു നടപടി അവിടെ ഉണ്ടായത്. അപ്പോൾ ഒരു കുടുംബം രാവ് മൊത്തം ഉറക്കം വിളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. മിനിസ്റ്റർ ഇന്നലെ രാവിലെ അവിടെ എത്തി. ഇപ്പോൾ ചെയർമാൻ അങ്ങേക്കെതിരെ ഒട്ടനവധി വിവാദങ്ങൾ വിമർശനങ്ങളുമൊക്കെ ഉന്നയിച്ചിരിക്കുകയാണ്. കോടതി ഏറ്റെടുത്ത സ്ഥലത്ത് മിനിസ്റ്റർ അനധികൃതമായിട്ട് പ്രവേശിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഞാൻ ഇന്നലെ രാവിലെ കരകുളത്ത് നിൽക്കുമ്പോഴാണ് വിവരം അറിയുന്നത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ ദാരുണമായൊരു സംഭവമാണ്. മനുഷ്യത്വരഹിതമായി നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരാളും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് ഇന്നലെ അവിടെ കണ്ടത്. ആ കണ്ട രംഗം റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ 85 വയസ്സായ യശോദ എന്ന് പറഞ്ഞ ഒരു മൂത്തമ്മച്ചി, അവരെ വീട്ടിന് പുറത്തേക്കാക്കി അവരുടെ വസ്ത്രങ്ങളും എടുത്ത് പുറത്തിട്ട് വീട് ലോക്ക് ചെയ്ത് വീട് സീൽ ചെയ്ത് പോകുന്ന നടപടിയാണ് കാണാൻ കഴിഞ്ഞത്. അതൊരു നാടകീയമായ രംഗമാണെന്ന് പരിസരവാസികൾക്കെല്ലാം അറിയാം, ജനങ്ങൾക്കും അറിയാം. ഇപ്പോൾ ചെയർമാൻ പറയുന്നത് ജാള്യത കൊണ്ട് പറയുന്നതാണ്. അത് കോൺഗ്രസ്സാണ് വ്യക്തമാക്കേണ്ടത്. കോൺഗ്രസ് പാർട്ടിയാണ് ഇതെല്ലാം ചെയ്യാമോ? ജപ്തി നടപടിയെ ഞങ്ങളാരും എതിർക്കുന്നില്ല. ജപ്തി നടപടികളാകാം, പക്ഷേ കുടിയിറക്കിനാണ് ഞാൻ എതിർത്തത്. അത് ജീവനുള്ളിടത്തോളം കാലം ഏത് കുടുംബത്തെയാണോ, നിർധന കുടുംബത്തെയാണോ കുടിയിറക്കാൻ ആര് വന്നാലും അതിൻ്റെ മുന്നിൽ ചെറുക്കാൻ ഞങ്ങൾ കാണും. അത് ഞങ്ങളുടെ ഒരു വികാരപരമായിട്ടുള്ളൊരു വിഷയമാണ്. 4 സെൻറ്റ് വസ്തുവുള്ള ഒരു വീട്ടുടമ, വീട്ടു ജോലിക്ക് പോയി കഴിയുന്ന നിർധന കുടുംബം, അവരോട് എങ്ങനെ ഈ ക്രൂരത കാട്ടാൻ ഒരു ചെയർമാൻ കോൺഗ്രസ് പ്രവർത്തകന് മനസ്സ് വന്നു എന്നതാണ് പ്രശ്നം. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയല്ലേ. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് പണം അടയ്ക്കാനുള്ള എത്രയോ നാട്ടിൽ ആളുകളുണ്ട്. അതിൻ്റെ നിയമ നടപടികളില്ലേ? ആ നിയമ നടപടികളെല്ലാം പാലിച്ചുകൊണ്ടാണോ അവിടെ ഈ ജപ്തി നടത്തിയത്? അതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ആ ജാള്യത കണ്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ എനിക്കെതിരെ തിരിയുന്നത്. എന്നെ എത്ര തന്നെ അധിക്ഷേപിച്ചാലും എന്നെ അറിയുന്ന ജനങ്ങൾക്ക് ഞാൻ ആരാണെന്നും എൻ്റെ പ്രവൃത്തി എന്താണെന്നും നല്ല തിരിച്ചറിവുണ്ട്. എനിക്ക് ഗുണ്ടകളെയൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇന്നലെ അവിടെ വന്നതെല്ലാം തന്നെ പൊതുപ്രവർത്തകരാണ്, പരിസരവാസികളാണ്. ഞാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് വന്നുകൂടുന്ന ആളുകൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം അവർക്കറിയാം. ഇതൊക്കെ ശരിയാണോ സാർ എന്നാണ് ചോദിച്ചത്. കോടതി ഉത്തരവുണ്ടെങ്കിൽ കോടതി ഉത്തരവ് നടപ്പാക്കേണ്ടത് എങ്ങനെ? ആ വീട്ടുകാരെ ബോധ്യപ്പെടുത്തി വീട്ടുകാരുടെ അംഗീകാരത്തോടു കൂടിയല്ലേ കോടതി നടപടി നടപ്പാക്കേണ്ടത്. 2 പേരെയും സ്ഥലത്തുനിന്ന് മാറ്റിക്കൊണ്ടുപോകുന്ന രീതിയിൽ വാഹനത്തിൽ 2 ഇടത്തേക്ക് മാറ്റുന്നു. ആ സൗകര്യം നോക്കി ആ വൃദ്ധയെ പുറത്തെടുത്തിരുന്നു. ആ വീട് സീൽ ചെയ്യുന്നു. ആശാരിയെ കൊണ്ടുവന്ന് പട്ടികയിൽ വെച്ച് അടിച്ച് ആളുകൾക്ക് കയറാൻ കഴിയാത്ത അവസ്ഥയിൽ ഭക്ഷണ സാധനങ്ങൾ എടുക്കാൻ നിവർത്തിയില്ല, മരുന്നെടുക്കാൻ നിവർത്തിയില്ല. ഇത്ര ദാരുണമായ ഒരു സംഭവമല്ലേ നടന്നത്. അവിടെ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഒരു അവിവേകം ആ വീട്ടിലെ അംഗങ്ങൾ ആരെങ്കിലും കാട്ടിയെങ്കിൽ, മെനഞ്ഞാന്ന് രാത്രി ഇതിൽ ഭയന്നോ, ഇതിൻ്റെ ഭീതി കൊണ്ടോ, ഇതിൻ്റെ ഒരു ആഘാതം കൊണ്ടോ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗം ജീവൻ ഒടുക്കിയെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷം ഇന്ന് മന്ത്രിയുടെ രാജിയായിരിക്കും കേരളത്തിൽ ആവശ്യപ്പെടുന്നത്. അതിനുത്തരം പറയണം കോൺഗ്രസ്. അനിലെന്ന് പറഞ്ഞ ഒരു ചെയർമാൻ്റെ ജാള്യത കൊണ്ട് വിളിച്ചു പറയുന്നത് കേട്ട് ജനങ്ങളൊന്നും ഇളകില്ല. ജനങ്ങൾ ഈ നിലപാടിനെ ചോദ്യം ചെയ്യും. മിനിസ്റ്റർ, ഇതിൽ 1.5 ലക്ഷം രൂപയാണ് ഇവർ വായ്പ എടുത്തുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ചെറിയൊരു തുകയാണ്. ഈ തുകയിൽ ഇപ്പോൾ പലിശ സഹിതം 2,30,000 രൂപയാണ് അടയ്ക്കാനുള്ളത്. ഇത് സംബന്ധിച്ച് അവരൊരു സാവകാശം ഈ ചെയർമാനോട് ചോദിച്ചിരുന്നു. സ്ഥലം MP ആയിട്ടുള്ള അടൂർ പ്രകാശിൻ്റെ കത്ത് നൽകിയിരുന്നു. ഒരു MP നൽകിയ കത്തിനെ പോലും മുഖവിലേക്ക് എടുക്കാൻ ചെയർമാൻ കണക്കിലെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ അവിടെ വെച്ച് പറഞ്ഞു, ഒരു ജനപ്രതിനിധി, ഒരു MP സാവകാശം കൊടുക്കണമെന്ന് പറഞ്ഞൊരു കത്ത്, അങ്ങനെ ഒരു കത്ത് ലഭിച്ചാൽ കോൺഗ്രസ് പ്രവർത്തകനായ ചെയർമാൻ അനുസരിക്കുമെന്നുള്ള മിഥ്യാധാരണ ആ കുടുംബത്തിന്. അതിൻ്റെ ഫലമായിട്ടല്ലേ അവർ ഇതിനിടയിൽ പൈസ ഇല്ലാത്തവർ ബസ്സിൽ കയറി ആ ആറ്റിങ്ങലിൽ പോയി കത്ത് സമ്പാദിച്ച് ഈ ബാങ്കിലെത്തി ഈ ചെയർമാനെ ഏൽപ്പിച്ച് സന്തോഷത്തോടെ ചെയർമാൻ വാങ്ങിയിട്ട് അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ പുറകിലൂടെ ഈ നടപടി ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കുകയും ചെയ്തില്ലേ? എന്തൊരു മോശത്തനോ കാണിച്ചത്. അയാളെ വീടിൻ്റെ വെളിപ്പാട് അകലെയല്ലേ ഈ കുടുംബം താമസിക്കുന്നത്. നാട്ടിലെ ആളുകളോട് പറഞ്ഞാൽ ആളുകൾ പണം തരില്ലേ? ഇത്തരം ഒരവസ്ഥ മാറ്റിയെടുക്കാൻ സഹായിക്കണ്ടേ? വെറും ചെയർമാനെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡൻ്റാണോ? അങ്ങനെയാണോ പെരുമാറേണ്ടത്? നമ്മുടെ നാട്ടിൽ ജനാധിപത്യപരമായിട്ട് ഒരു ഭരണസമിതിയിലേക്ക് വന്നാൽ സഹകരണ സംഘം പെരുമാറേണ്ടത് ഈ രീതിയാണോ? സഹകരണ സംഘം ഇങ്ങനെ പെരുമാറാൻ കയറൂരി വിടുന്ന ഒരു ഗവൺമെൻറ്റല്ല കേരളത്തിലെ ഗവൺമെൻറ്. അതുകൊണ്ടാണ് ജപ്തി നടപടികൾ എങ്ങനെ ആകാമെന്ന് ഗവൺമെൻറ് ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്.
ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ മറ്റ് സ്വകാര്യ ബാങ്കുകൾ ചെയ്യുന്നത് പോലെ സർഫാസി ആക്ട് നടപ്പാക്കാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഒരു ബാങ്കിനെ അനുവദിക്കില്ല. അവർക്ക് ജപ്തി നടപടികൾ ചെയ്യാനുള്ള ആ മാനദണ്ഡത്തിനനുസരിച്ച് ചെയ്യാം. വീട്ടിൽ താമസിക്കുന്നവരെ കുടിയിറക്കുന്നത് ജപ്തി നടപടിയുടെ മറവിൽ ചെയ്യുന്ന ആ പ്രവൃത്തിയെ ഞങ്ങൾ അനുകൂലിക്കില്ല. ഈ സർക്കാരാണ്, ഈ വർഷമാണ് ഈ ജപ്തി വിരുദ്ധ ബില്ല് നിയമസഭയിൽ പാസ്സാക്കിയത്. ഈ കാര്യം അറിയാവുന്ന ഒരാൾ കൂടിയല്ലേ ഈ ചെയർമാൻ? ആ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അതൊക്കെ അറിയണമല്ലോ. അറിയുക മാത്രമല്ല, സാമാന്യ ബുദ്ധി വേണ്ടേ? അയാളെ വീട്ടിൻ്റെ 1 കിലോമീറ്റർ പോലും അകലെ അല്ലാത്ത ഒരു സാധാരണ കുടുംബം, അവരെ സംരക്ഷിക്കേണ്ടതാരാ? കടബാധ്യത വന്നു, അടയ്ക്കാൻ കഴിയാതെ വന്നു, എല്ലാം ശരി, എല്ലാം അംഗീകരിക്കാം. അവർ തിരിച്ചടയ്ക്കേണ്ടതാണ്, എല്ലാം അംഗീകരിക്കാം. പക്ഷേ നാട്ടിലെ പൗരപ്രവർത്തകർക്ക്, പൊതുപ്രവർത്തകർക്ക് ഒരു ബാധ്യതയില്ലേ? അങ്ങനെ ഒരു കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ഞാൻ സംരക്ഷിക്കും ആ കുടുംബത്തെ, അതിൽ യാതൊരു സംശയവും വേണ്ട. ആ കുടുംബം എത്ര പണം അടയ്ക്കാനുണ്ടെങ്കിലും നാട്ടിലെ ജനങ്ങളോട് പറയാൻ ജനങ്ങൾ കൊണ്ടടയ്ക്കും, ഇങ്ങനൊരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി. അതിനുള്ള മാർഗ്ഗങ്ങളെല്ലാം നോക്കിയിട്ടല്ലേ ഒരു വീടിൻ്റെ അകത്തു നിന്ന് ഒരു വൃദ്ധയെ പുറത്തേക്ക് ഇറക്കാവൂ. അങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നത് ശരിയായ രീതിയാണോ? അദ്ദേഹം നോക്കട്ടെ, അദ്ദേഹം നിയമം നടപ്പാക്കട്ടെ. അദ്ദേഹം നിയമം നടപ്പാക്കുന്നതിന് കോടതി ഉത്തരവുണ്ടതിൻ്റെ മറവിൽ എന്തും കാണിക്കാമെന്ന് നോക്കട്ടെ. ആ വീട്ടിനകത്തേക്ക് ഇത്തരം ആളുകൾക്ക് നിയമത്തിൻ്റെ പിൻബലമുണ്ടെങ്കിൽ പോലും പ്രവേശിക്കാൻ ജനങ്ങൾ അനുവദിക്കില്ല. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ സമൂഹത്തിൻ്റെ പരിഷ്കൃതമായ സമൂഹമാണ്, വിദ്യാസമ്പന്നരാണ്. എന്ത് പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസം അകറ്റുവാൻ ജനം രംഗത്തിറങ്ങിയ അനുഭവമാണ് ഈ കേരളത്തിലുള്ളത്. അതുകൊണ്ടൊരു സാധാരണ കടക്കാരനെ കടം തീർത്തെടുക്കാൻ ജനങ്ങൾ സഹായിക്കും, ജനങ്ങൾ ആ കുടുംബത്തെ സംരക്ഷിക്കും. ഇങ്ങനൊരു വിഷയം ബാങ്ക് ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ സഹകരണ വകുപ്പ് അറിഞ്ഞില്ല എന്നുള്ളതൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും അങ്ങേക്കെതിരെ ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് വരുമെന്നുള്ള ഒരു കാര്യം കൂടി ചെയർമാൻ പങ്കുവെക്കുകയാണ്. എനിക്കതിലൊന്നും ഒരു ഭയപ്പാടുള്ള ആളല്ല. എന്ത് നിയമ നടപടിയാണോ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതൊന്നും എന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയൊന്നും ആരും ഇറങ്ങണ്ട. അതെല്ലാം ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി. ആർക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് നിയമത്തിൻ്റെ മുന്നിലാണ് നമ്മളെല്ലാമെങ്കിലും, നിയമമാണ് അന്തിമമായ വാക്കെന്ന് അംഗീകരിക്കുകയാണെങ്കിലും നമ്മുടെ നിയമം എല്ലാം അതിനനുസരിച്ച് അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ല കേരളത്തിലുള്ളത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതെല്ലാം നന്നായിട്ട് അറിയാം. ഈ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ സഹകരണ വകുപ്പ് അല്ലെങ്കിൽ എആറിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എടുത്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞോ മിനിസ്റ്റർ? സ്വാഭാവികമായും സഹകരണ വകുപ്പ് അത്തരം നടപടികൾക്ക് സാവകാശം കൊടുക്കാനും അത് പരമാവധി അവരെ സഹായിക്കുന്ന നിലപാടുമാണ് സഹകരണ വകുപ്പ് എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്നത്. തവണയാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് പലിശയെല്ലാം ഒഴിവാക്കി കൊടുക്കുകയോ ഉണ്ടെങ്കിൽ സെറ്റിൽമെൻറ്റ് സാധ്യതകൾ സാഹചര്യങ്ങൾ സഹായിക്കുകയോ ആ നിലപാട് സ്വീകരിക്കുക. അവർ റിക്വസ്റ്റ് ഇന്നലെ കൊടുത്തെന്നാണ് ഞാൻ അറിയുന്നത്. സ്വാഭാവികമായിട്ട് സഹകരണ വകുപ്പ് നിർദ്ദേശം കൊടുക്കും. ഒരു സഹകരണ ബാങ്ക് എന്ന നിലയിൽ ആ തീരുമാനമെടുക്കേണ്ട അന്തിമമായ സമിതി സഹകരണ ബാങ്കാണ്. പക്ഷേ സഹകരണ ബാങ്ക് വട്ടിപ്പലിശക്കാരൻ്റെ സ്വഭാവത്തിലേക്ക് പെരുമാറാൻ പാടില്ല. സഹകാരികളുടെ ബാങ്കാണ് സഹകരണ ബാങ്ക്. സഹകാരികൾ എങ്ങനെയാണോ ബാങ്കിനോട് സഹകരിക്കുന്നത്, തിരിച്ച് അതേ രൂപത്തിലുള്ള സഹകരണം ബാങ്കിലെ സഹകാരികളോട് ബാങ്കും കാട്ടണം. അതല്ലാതെ വട്ടിപ്പലിശക്കാരൻ, കൊള്ളപ്പലിശക്കാരൻ ഗുണ്ടകളെ ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ആ മുഷ്ക് കാണിച്ച് പണം പിടിച്ചെടുക്കാൻ, വീടും വസ്തുവും പിടിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് പോയാൽ ജനം അതിനെ തള്ളിക്കളയുന്ന നിലപാട് കേരളത്തിൽ സ്വീകരിക്കും. ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി എടുത്തപ്പോൾ ഈ ജീവനക്കാർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി എടുക്കുന്നുണ്ടോ? അതെല്ലാം ചെയ്യേണ്ടത് ആ ചെയർമാനല്ലേ. ആ ചെയർമാൻ ചെയ്തതെന്താ? MP-യുടെ കത്ത് വാങ്ങിക്കൊണ്ടുവന്ന ആ കുടുംബത്തെ മുന്നിൽ ഇരുത്തിയിട്ട് പുറകിലൂടെ ആ വീട് ലോക്ക് ചെയ്യുന്ന, സീൽ ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചാൽ എന്ത് മനുഷ്യത്വമാണുള്ളത്? എന്ത് മനുഷ്യത്വമാണ്? മാനുഷികമത എന്താണുള്ളത്? അഡ്വക്കേറ്റ് എന്നും ജനപ്രതിനിധി എന്നും ബാങ്കിൻ്റെ പ്രസിഡൻ്റ് എന്നും പറഞ്ഞാൽ പോരാ, മനുഷ്യത്വത്തിൻ്റെ ഒരു ചെറിയ കണിക ഉണ്ടാകണം. ആ കണിക ഇന്നലെ കണ്ടില്ലെന്നുള്ളതാണ് ആ നാട്ടിൽ എനിക്ക് ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പണം ഇത് 2 ലക്ഷം അല്ലല്ലോ, 3 ലക്ഷം എന്നുള്ള കണക്കല്ലല്ലോ. എത്ര കോടികൾ നഷ്ടപ്പെട്ടവരല്ലേ നമ്മളിപ്പോൾ ഏറ്റവും അവസാനം വയനാട് കണ്ടത്. അവരെ പോലും ഗവൺമെൻറ് സംരക്ഷിക്കാനും സഹായിക്കാനും അല്ലേ നമ്മളെല്ലാം നിൽക്കുന്നത്. ആരെങ്കിലും അറിയുന്നവരാണോ അവരെ നേരിട്ട്? അതൊരു ദുരന്തം ഉണ്ടായാൽ പോലും സഹായിക്കുന്ന മനസ്സുള്ളവരാണ് മലയാളി. ഇവിടെ ഈ വിഷയം ഇത്ര ഗുരുതരമാണെന്ന് കണ്ടാൽ ബാങ്ക് ഡയറക്ടർ ബോർഡ് ആലോചിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ പോലും വ്യത്യാസമില്ലാത്ത ആ വാർഡിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു നിർധന കുടുംബത്തെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അദ്ദേഹം മനസ്സിരുത്തി ആലോചിക്കണം, ഡയറക്ടർ ബോർഡ് ആലോചിക്കണം, സമൂഹം ആലോചിക്കണം. ഇനി ആര് തന്നെ സഹായിച്ചില്ലെങ്കിലും നാട്ടുകാരെ സഹായം ഞാൻ അഭ്യർത്ഥിച്ച് സഹായം ഉണ്ടാക്കി കൊടുക്കും.
അതുതന്നെയാണ് തീർച്ചയായിട്ടും. പ്രഭകുമാരി 1.5 ലക്ഷം രൂപയാണ് 2016 ഈ ബാങ്കിൽ നിന്നും വായ്പയെടുത്തത്. ഇത് തിരിച്ചടയ്ക്കാതെ വന്നതോടുകൂടിയാണ് അവരെ ഒരു ഗുണ്ടായിസപരമായി വട്ടിപ്പലിശക്കാർ നടത്തുന്ന അതേ നിലപാടിൽ അവരെ വീട്ടിൽ നിന്നും പുറത്താക്കി വീട് ജപ്തി ചെയ്ത നിലപാടിലേക്കാണ് കോൺഗ്രസിൻ്റെ ഈ ഭരണസമിതി ചെയ്തത്. അതിൽ ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു ഇടപെടൽ വേണമായിരുന്നു. അതാണ് കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ ചെയ്തതെന്നുള്ളതാണ് പ്രധാനമായും പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ നാട്ടുകാർക്കൊപ്പം മിനിസ്റ്ററുമുണ്ട്. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോട് മിനിസ്റ്റർ പങ്കുവച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.